കർത്താവിന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 13 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ശ്രദ്ധയോടെ വായിച്ചാൽ, പരിശുദ്ധാത്മാവ് ഹൃദയങ്ങളിൽ വാഴുന്ന ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്ക് പരിശുദ്ധാത്മാവ് ചെയ്യുന്ന ചില നല്ല പ്രവൃത്തികളെ കുറിച്ച് കാണിക്കുന്നു. അത് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഓർമ്മപ്പെടുത്താം എന്നാണ് ആഗ്രഹിക്കുന്നത്. ഒരുപാട് പരിശുദ്ധാത്മ പ്രവർത്തനങ്ങളുണ്ട്. എന്നാൽ അതിൽ ചിലതൊക്കെ അല്പം തിയോളജിക്കൽ ആകട്ടെ, അതുകൊണ്ട് അത് പറയാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലിരുന്ന് നമ്മുടെ ആത്മാവിനോട് പറയും, ദൈവത്തിന്റെ കുഞ്ഞാണ് നീ, അത് നീ ഓർക്കണം. നീ സാധാ മനുഷ്യനല്ല, നിന്റെ ദേശം ദൈവത്തിന്റെ ദേശമാണ്, ദൈവത്തിന്റെ വീടാണ്. നീ സ്വർഗത്തിന്റെ പൗരനാണ്, നീ ദൈവത്തിന്റെ കുഞ്ഞാണ്. ഇതിങ്ങനെ ധൈര്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പം പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യം എന്നത് വളരെ വിലപ്പെട്ടതാണ്. മനുഷ്യർ നമ്മെ ഒരുപക്ഷെ കളിയാക്കും, നമ്മെ അംഗീകരിച്ചില്ലെന്നൊരു, പക്ഷെ പരിശുദ്ധാത്മാവ് ഹൃദയത്തിലിരുന്ന് നമ്മെ ഉറപ്പിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടത്, അത് വേണ്ടിയത്. രണ്ടാമത് കാര്യം എന്നാന്ന് ചോദിക്കും, പരിശുദ്ധാത്മാവ് നമ്മെ വചനത്തിലേക്ക് നയിക്കും. വചനം എന്നത് പരിശുദ്ധാത്മാവിന്റെ ആഹാരമാണ്, യേശുവിന്റെ ആഹാരമാണ്. ഹൃദയങ്ങളിൽ വാഴുന്ന യേശു കർത്താവിന്റെ ആത്മാവിന് വചനം കൃത്യതയുടെ ദിനംതോറും വേണം. പുതിയ പുതിയ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് നമ്മിലെ ആത്മീയ മനുഷ്യന്റെ ഭക്ഷണമാണ് ദൈവത്തിന്റെ വചനം എന്നത് മറന്നു പോകരുത്. അത് മുടക്കരുത്. ഒരു സമയം കൃത്യതയോടെ ഒരു ദിവസം മനസ്സിലാക്കി അത് ക്രമീകരിച്ച് സെറ്റപ്പാട്ട് ചെയ്ത് ആ ബൈബിളുമായിട്ട് ഇരിക്കുവാൻ നമ്മൾ തയ്യാറാക്കണം. ഒറ്റയ്ക്ക് ഇരിക്കുവാൻ ഒരു ഡിസ്ട്രാക്ഷനും ഇല്ലാത്ത സിറ്റുവേഷനിൽ ഇരുന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ, വചനത്തിലൂടെ കേൾക്കുവാൻ, അത് പരിശുദ്ധാത്മാവ് കൂടെ ഇരിക്കും നമുക്ക് ഗുരുവായിട്ട്. അതാണ് പരിശുദ്ധാത്മാവിന്റെ ഗുരുത്വം ഏറ്റെടുത്തുകൊണ്ട് ബൈബിൾ പഠിക്കണം. മൂന്നാമത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ പാപം നമ്മെ അപ്രോച്ച് ചെയ്യുമ്പോൾ, നമ്മുടെ അടുക്കലേക്ക് വരുമ്പോൾ തന്നെ പരിശുദ്ധാത്മാവ് നമുക്ക് ഓർമ്മിപ്പിക്കും. അതിന് കാരണം എന്നാന്ന് ചോദിച്ചു, പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ ഒരു മനസാക്ഷിയുണ്ട്, എല്ലാ മനുഷ്യർക്കും ഉണ്ട്. അപ്പൊ ആ മനുഷ്യന്റെ ഉള്ളിലെ മനസാക്ഷിയെ വളരെ നന്നായിട്ട് വൃത്തിയാക്കി ഷാർപ്പാക്കി തേച്ച് മിനുക്കിയാ വച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾക്കാണ് ഈ വലിയ വരമുള്ളത്. അപ്പൊ ദൈവത്തിന്റെ കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യും? പെട്ടെന്ന് മനസ്സിലാക്കും. ഒരു ചെറിയ പാപത്തിന്റെ അംശം വരുമ്പോൾ തന്നെ നമ്മുടെ ചങ്കിലത് തറയ്ക്കും. അപ്പം നാം പാപം അറിയാതെ ചെയ്തു പോയി എന്ന് പറഞ്ഞാൽ ഒരിക്കലും ശരിയല്ല. അത് ആത്മവഞ്ചനയാണ്, കള്ളത്തനമാണ്. ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ചിടത്തോളം പാപം ചെയ്യുന്നുണ്ട്. അവർ ചെയ്യുന്ന പാപം എല്ലാം തന്നെ അറിഞ്ഞുകൊണ്ടാണ് ചെയ്യുന്നതെന്ന് സഹോദരി നീ മനസ്സിലാക്കണം. നീ അറിഞ്ഞുകൊണ്ടാണ് നീ പാപം ചെയ്യുന്നത്. അങ്ങനെ അല്ല എങ്കിലും നീന്റെ ഉള്ളിൽ യേശുവില്ല. യേശു ഉണ്ട് എങ്കിൽ നിശ്ചയമായിട്ട് അറിഞ്ഞുകൊണ്ടാണ്. അത് പരിശുദ്ധാത്മാവിന്റെ ഒരു ധർമ്മമാണ്. നാലാമത് എനിക്ക് പറയാനായിട്ടുള്ളത് ഈ വിഷൻ ഓഫ് ദ ക്രോസ് എന്നുള്ളതാണ്. അത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടതാണ്. വിഷൻ ഓഫ് ദ ക്രോസ് എന്ന് പറയുന്നത് എന്തുവാ? പാപസംബന്ധമായി ക്രൂശിൽ ഞാനും നിങ്ങളും കിടക്കുന്നു. പാപസംബന്ധമായ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് ക്രൂശിൽ കിടക്കുന്നു. പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തു. അത് യേശു ക്രിസ്തു ക്രൂശിന്മേൽ നമ്മളെയും കൂടെ വഹിച്ചുകൊണ്ടാണ് ക്രൂശിന്മേൽ കയറിയത്. ആ സത്യം നമ്മൾ അറിയണം. പാപത്തിന്റെ ശിക്ഷ, നമ്മൾ ഓരോരുത്തരുടെയും പാപത്തിന്റെ ശിക്ഷ ഏറ്റെടുത്തുകൊണ്ട് നാം ക്രൂശിൽ കിടക്കുകയാണ്. നമ്മിലുള്ള ആ പാപമാക്കിയ യേശു നമ്മിലെ പാപത്തെയും കൊണ്ട് കുരിശിൽ തറച്ചിരിക്കുകയാണ്. അതുകൊണ്ട് പാപപ്രവൃത്തികൾ ചെയ്യുവാൻ ഇനി നമുക്ക് ജീവനില്ല. നമ്മൾ അറിയാതെ എങ്ങനെ വീണെന്ന് പോണതല്ല. അതുകൊണ്ട് നമുക്ക് ആ ഒരു ദർശനമുണ്ട്. നമ്മൾ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇപ്പൊ ജീവിക്കുന്നത് ഉയർപ്പിന്റെ ശക്തിയിലാണ് ജീവിക്കുന്നത്. ഇതും പരിശുദ്ധാത്മാവാണ് ചെയ്യുന്നത്.
അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് ഗലാത്യ ലേഖനത്തിൽ 2:20 പറഞ്ഞ, ഞാൻ ക്രിസ്തുവിനോടുകൂടി ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഞാൻ മരിച്ചുപോയി, എന്നാൽ ഇന്ന് ജീവിക്കുന്നത് ക്രിസ്തുവിലുള്ള വിശ്വാസത്തിലത്രേ. അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. പരിശുദ്ധാത്മാവ് നമ്മെ നയിക്കുന്നത് അങ്ങനെയാണ്. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.